ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം. ഒരുപാട് പേര് ലിങ്ക് വഴി ജോയിൻ ചെയ്യുകയും ആ ഗ്രൂപ്പിൽ പല ഡിസ്കഷനും ട്രാൻസ്പ്ലാന്റേഷൻ്റെതായ ഒരുപാട് ഡിസ്കഷനും പല സംശയങ്ങളും ചോദിക്കുകയുണ്ടായി. എല്ലാവരും നിന്ന് ഈ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. നമ്മുടെ ആ ഗ്രൂപ്പിലെ ഡിസ്കഷനിലൂടെ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. അതായത് ട്രാൻസ്പ്ലാന്റേഷന് തയ്യാറെടുക്കുന്ന ഒരുപാട് പേര്, അപ്പം അവരുടെ എല്ലാ വറീസും വളരെ വ്യത്യസ്തമാണ്. അതായത് ഓരോരുത്തരും പല കാര്യങ്ങൾ ഓർത്ത് ഭയങ്കരമായിട്ട് ടെൻസ്ഡാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ഇനിയും ജോയിൻ ചെയ്യാനാണ്. നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാനാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഭാഗമായി നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാരും പുറത്തുള്ളവരാണ്. കൂടുതലും ഗൾഫ് കൺട്രീസിലുള്ളവരാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നവരൊക്കെ. അവരാണ് പ്രധാനമായി ഈ മുടി കൊഴിച്ചിൽ ഇഷ്യൂ നേരിടുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മളൊരു സബ്സ്ക്രൈബർ കോൺടാക്ട് ചെയ്തിരുന്നു. അദ്ദേഹം വിളിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പം നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനാണ്. ഒരു 20 ദിവസം ലീവിലാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ഈ 20 ദിവസം ലീവിൽ അദ്ദേഹത്തിന് വന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഇതിൻ്റെ റെസ്റ്റും മറ്റു കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് GFC ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷം തിരിച്ചു പോകാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡൗട്ട്. ഇനി ഇത് എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, കാരണം ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി വരാതിരിക്കുമോ, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമോ, ഇനിയും ഇതിനാൽ സപ്പോസ് PRP GFC എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ അതിന് സപ്പോർട്ടായിട്ട് മറ്റെന്തെങ്കിലും നമുക്ക് ചെയ്ത് ഈ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ PRP അഥവാ GFC എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയറിന് വേണ്ടിയുള്ളതല്ല. അത് നമ്മുടെ എക്സിസ്റ്റിംഗ് ഹെയറിന് വേണ്ടിയുള്ളതാണ്. നമ്മുടെ എക്സിസ്റ്റിംഗ് ഹെയറിൻ്റെ നല്ലൊരു ഗ്രോത്തിനും മറ്റു കാര്യത്തിനുമാണ് നമ്മൾ PRP GFC ട്രാൻസ്പ്ലാന്റേഷന് ശേഷം എടുക്കുന്നത്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയർ എന്തായാലും നമ്മുടെ 3 മാസത്തെ ഷെഡിങ് പീരീഡ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നോർമലി അത് ഗ്രോ ആയി വന്നോളും. അപ്പം ആ സമയത്ത് നമ്മുടെ എക്സിസ്റ്റിംഗ് ഹെയർ അതങ്ങനെ ഗ്രോ ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഏരിയയിൽ നല്ല ഹെയറും മറ്റിടത്ത് വളരെ ഒന്നുമില്ലാത്ത ഒരു സ്റ്റേജ് ആയിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ എക്സിസ്റ്റിംഗ് ഹെയറിന് വേണ്ടി PRP അഥവാ GFC ഒക്കെ നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ഒരാൾ, അദ്ദേഹത്തിന് ജസ്റ്റ് നെറ്റി മാത്രമേ കയറിയിട്ടുള്ളൂ, അദ്ദേഹത്തിന് എക്സിസ്റ്റിംഗ് ഹെയർ ഒക്കെ പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ PRP അല്ലെങ്കിൽ GFC പോലുള്ള കാര്യങ്ങൾ അത്ര ആവശ്യം വരുന്നില്ല. ആക്ച്വലി ഇത് നമ്മുടെ ആ പാക്കേജിൻ്റെ കൂടെ ഉള്ളതാണ്. PRP GFC എന്ന് പറയുന്നത് പാക്കേജിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. അത് എടുക്കാൻ കഴിയുവാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി എടുക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ അദ്ദേഹത്തിന് എന്താ പറയുക, എക്സിസ്റ്റിംഗ് ഹെയർ പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത്ര ആവശ്യം വരുന്നില്ല. പിന്നെ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് ഈ GFC PRP എടുക്കുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഇത് ജസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്നെങ്കിലും പുറത്തോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ നിങ്ങൾ ഇത് എടുക്കുന്നതിന് ഒരു പെർഫെക്റ്റ് ടൈം ഗ്യാപ്പ് ഉണ്ട്. കറക്റ്റ് പറഞ്ഞാൽ 21 days ആണ് ഇതിൻ്റെ ടൈം ഗ്യാപ്പ്. ഈ 21 days ഒരു ഗ്യാപ്പിൽ വേണം നമ്മൾ ഈ PRP ആയാലും GFC ആയാലും നമ്മൾ എടുക്കാൻ. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല, ഒരു പ്രയോജനമില്ല. നമ്മളിപ്പോൾ ഒരു ചെടി നട്ടിട്ട് അതിനെ മുമ്പ് ചോട്ടിക്കൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അതിന് ആവശ്യമായ വെള്ളം കറക്റ്റ് ടൈമിൽ കൊടുക്കുക എന്നുള്ളതാണല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ആ ഒരു പെർഫെക്റ്റ് 21 ദിവസം ടൈം ഗ്യാപ്പിൽ വേണം നമ്മൾ PRP അഥവാ GFC എടുക്കാൻ. മിനിമം 15 days എങ്കിലും വേണം. അല്ലെങ്കിൽ നമ്മൾ ഈ PRP അല്ലെങ്കിൽ GFC എടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഇനി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് GFC അല്ലെങ്കിൽ PRP എടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് ലീവ് ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങൾക്ക് ഇത് GFC എടുക്കാം. നിങ്ങളിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത അതേ ക്ലിനിക്കിൽ തന്നെ നിങ്ങൾക്ക് ഇതെടുക്കണമെന്നില്ല. ഇപ്പം പാക്കേജിൻ്റെ കൂടെ ഉണ്ട്. 3 GFC അല്ലെ PRP നിങ്ങൾക്ക് പാക്കേജിൻ്റെ കൂടെ ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് അത് എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ആണെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് എടുക്കാം. പക്ഷേ അപ്പോൾ അവിടെ റേറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഫിനാൻഷ്യലി കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് അതും പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ, ഈ റേറ്റ് എല്ലാം നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ കഴിയാത്തതാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ഹെയർ കെയറിലൂടെ നിങ്ങൾക്ക് ഈ ഒരു എക്സിസ്റ്റിംഗ് ഹെയറിന് ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അതായത് നല്ല വൈറ്റമിൻ ടാബ്ലറ്റ്സ് എടുക്കുക, ഹെയർ ഗ്രോത്തിന് ആവശ്യമായ വൈറ്റമിൻ ടാബ്ലറ്റ്സ് എടുക്കുക, നല്ല പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് എടുക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക, ഹെഡ് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഡ്രിങ്കിങ് വാട്ടർ യൂസ് ചെയ്ത് തന്നെ ഹെഡ് വാഷ് ചെയ്യുക, നല്ല നീറ്റായിട്ടുള്ള വാട്ടർ യൂസ് ചെയ്ത് ഹെഡ് വാഷ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ഹെയറിന് അധികം നീളം ഉണ്ടാക്കാത്ത രീതിയിൽ അതിനെ ഷോർട്ടാക്കി നിർത്തുക. ഇങ്ങനെയുള്ള പ്രോപ്പർ കെയറിലൂടെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഹെയറിന് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ ഫോൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ മൂലം ഒരുപാട് ഹെയർ ഫോൾസ് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട്. അപ്പം ഡാൻഡ്രഫ് ഉണ്ടാകുന്നത് പല ഹെൽത്ത് ഇഷ്യൂസ് മൂലം ഡാൻഡ്രഫ് ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ഒരു വീഡിയോ പോയി കാണുക. അങ്ങനെ പല കാരണങ്ങളും കൊണ്ട് ഹെയർ ഫോൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതെന്തെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ.
ഈ ഹെയർ ഫോൾ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക പ്രായപരിധിയൊന്നുമില്ല. ചിലപ്പോൾ അത് 20 വയസ്സിൽ വരാം, ചിലപ്പോൾ 50 വയസ്സിൽ വരാം. ഏത് പ്രായക്കാർക്കും ഈ ഹെയർ ഫോൾ ഉണ്ടാവാം. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചിട്ട് ചോദിച്ചു, അദ്ദേഹം ശരിക്കും പറയാം +2 കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ. ഏകദേശം ഒരു 18-20 വയസ്സിനിടയ്ക്കുള്ള പ്രായമാണ്. അദ്ദേഹത്തിന് നല്ല രീതിയിൽ നെറ്റ് കയറുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ മുടി പൊഴിച്ചിട്ടുണ്ട്. അപ്പം ക്ലിനിക്കിൽ അവർ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ഇപ്പം കുഴപ്പമില്ല, ഇപ്പം ഈ പ്രായത്തിൽ മുടി പൊഴിയുന്നതാണ്, നല്ല രീതിയിൽ പിന്നീട് കഷണ്ടി ആകുവാണെന്നുണ്ടെങ്കിൽ മാത്രം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. ബട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾ പറയുവാണെങ്കിൽ ഒരു ഹെയർ ഫോൾ അല്ലെങ്കിൽ ഇപ്പം ഒരാൾക്ക് നെറ്റ് കയറി തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മൊമെൻറ്റ് മുതൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഹെയർ കെയർ അല്ലെങ്കിൽ അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന സാധനം തന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. ഇപ്പം ഞങ്ങൾക്കൊക്കെ ഹെയർ ഫോൾ ഉണ്ടായി അല്ലെങ്കിൽ നമ്മൾ നെറ്റ് കയറി തുടങ്ങിയ സമയത്ത് നമ്മളത് വലിയ മൈൻഡ് കൊടുത്തില്ല, മുടിയല്ലേ എന്നുള്ളൊരു മൈൻഡിൽ നമ്മൾ ആദ്യം വിട്ടു. ആദ്യം ചെറുതായിട്ട് നെറ്റ് കയറി, പിന്നെ നല്ല രീതിയിൽ മുടി പൊഴിച്ചിലുണ്ടായി, നെറ്റ് കയറി പിന്നീട് അവസാനം ഒരു കഷണ്ടി ആയപ്പോഴത്തേക്ക് ശരിക്കും 25 വയസ്സാണ് എനിക്കെങ്കിലും ഏകദേശം ഒരു 30-35-40 വയസ്സോളം എനിക്ക് പ്രായം തോന്നി. അപ്പം നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതായി, നമ്മുടെ ആ ഒരു എല്ലാ രീതിയിലും നമ്മളൊരു ഷൈ ആയി മാറി. അതിനുശേഷമാണ് നമ്മളിതിൻ്റെ ബുദ്ധിമുട്ട് നാണക്കേട് മനസ്സിലായിട്ടാണ് പിന്നീട് നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊരു സാധനം മാത്രമേ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഇല്ല, ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇപ്പം ഹെയർ ഫോൾ ഉണ്ടായി തുടങ്ങുന്നത് പുതിയ ആൾക്കാരോടാണ് പറയുന്നത്. അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്ക് ഹെയർ ഫോൾ ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ ഫുഡിൻ്റെ ആയിരിക്കും, ഫാസ്റ്റ് ഫുഡിൻ്റെ ആയിരിക്കും, അവരുടെ മറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള ഹെയർ ഫോൾ ഉണ്ടായി തുടങ്ങുമ്പോഴേ അവരതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് അവർ എത്തേണ്ട ഒരിക്കലും എത്താതെ അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു ഹെയർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കും. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ 30s ഇപ്പം മുടിപൊഴിച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മുടിപൊഴിച്ചിൽ ആദ്യം തുടങ്ങിയത് എനിക്കാണ്. എനിക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ നെറ്റ് കയറിയ സമയത്തും അവന് നല്ല രീതിയിൽ മുടി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 2 കൊല്ലം കൊണ്ട് അവൻ്റെ മുടി ഭയങ്കരമായിട്ട് അവനങ്ങ് 7th ഗ്രേഡ് കഷണ്ടിയിലേക്ക് അവൻ പോയി. വളരെ പെട്ടെന്നായിരുന്നു, 2 കൊല്ലം കൊണ്ട് അവൻ പെട്ടെന്ന് ആ ഒരു ഭയങ്കര വലിയൊരു കഷണ്ടിയായി മാറി. അപ്പം ഇതിലെ പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പിന്നീട് ഒരു ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അത് മുടി നല്ല രീതിയിൽ പോയി ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ ഇനി ഓപ്ഷൻ എന്നൊരു സ്റ്റേജിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മുടി പോകുന്നത് അല്ലെങ്കിൽ മുടിയുടെ നമ്മുടെ ക്രൗൺ ഏരിയയിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ഡോണർ സൈഡിൽ നിന്ന് ചിലപ്പോൾ മുടി പോകാം, അല്ലാതെ നമ്മുടെ ഡോണർ സൈഡിലെ മുടിയുടെ ക്വാളിറ്റി കുറയാം. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും പിന്നീട് ഫേസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നീട് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന കാര്യത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു ചലഞ്ച് അവിടെ ഫേസ് ചെയ്യുന്നത്. ഇവിടെ ഏജ് ഒരു മാറ്റർ അല്ല. അതായത് ഇപ്പം നമ്മൾ ചിലർക്ക് ഇപ്പോൾ ഒരു 20 വയസ്സ് കഴിയുമ്പോൾ ചിലർക്ക് നെറ്റ് കയറി തുടങ്ങും, അല്ലെങ്കിൽ മുടി പൊഴിച്ചിട്ടുണ്ടാവും. അപ്പം എല്ലാവരും പോയി ക്ലിനിക്കിനെ അവർ കൺസിഡർ ചെയ്യും. അപ്പോൾ അവർ മാക്സിമം പറയുന്നത് നിങ്ങളുടെ കുറച്ചുകൂടെ ഏജ്ഡ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗ്രേഡ് കുറച്ചുകൂടെ കൂടട്ടെ, നിങ്ങളൊരു നല്ല രീതിയിൽ കഷണ്ടി ആവുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നായിരിക്കും അവർ പറയുന്നത്. പക്ഷേ അതൊരിക്കലും ഒരു പ്രോപ്പർ ആൻസർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ നെറ്റ് കയറി തുടങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ നിങ്ങൾ കഷണ്ടിയുടെ ആ ഒരു ഇതിലേക്ക് വരുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പോഴേ ചെയ്യാം. കാരണം ഇപ്പം എൻ്റെ സുഹൃത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ കൂടെ അവന് ഞാൻ പറയും വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അവന് കഷണ്ടി ആയത്. അവനൊരു 2 കൊല്ലം മുമ്പേ അവന് ഈ ഹെയറിനെ കുറിച്ച് അല്ലെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവന് കുറച്ചുകൂടെ ക്വാളിറ്റി ഹെയർ പോലും കിട്ടിയേനെ. അപ്പോൾ അവന് മൊത്തം പറഞ്ഞത് ഏകദേശം 4000 ഗ്രാഫ്റ്റാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവന് ഏകദേശം 2600 ഗ്രാഫ്റ്റ് മാത്രമേ അവന് ഡോണർ സൈഡിൽ നിന്ന് കിട്ടിയുള്ളൂ. അത് അവൻ്റെ ഏജ് മുമ്പോട്ട് പോവുകയും ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ കഷണ്ടി ആകുന്നത് നമ്മുടെ ക്രൗൺ ഏരിയ മാത്രമല്ല, നമ്മുടെ ഡോണർ സൈഡും വീക്കാവും. അപ്പോൾ അതിനനുസരിച്ച് ക്വാളിറ്റി ഹെയർ കിട്ടാതെ വരും. സോ അതുകൊണ്ട് ഇവിടെ ഏജോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ കഷണ്ടിയുടെ ഗ്രേഡോ ഒന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. നിങ്ങൾ കഷണ്ടി ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ് കയറിയിട്ടുണ്ടോ, നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. അവിടെ മറ്റൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല.